Hello, do you want to speak English fluently? In this video, I'm going to give you the three tips that helped me to speak English fluently. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ എങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയി ഹൗ ഐ ഗോട്ട് കോൺഫിഡൻസ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. Before that, I want to personally thank you for being here with me and learning from me. And if you don't know me, you're for the first time. My name is Pradeep Hariharan, and I have been teaching English for the last 20 years, and I have helped numerous people to speak English, to write in English, and to communicate in English. Let's dive into my class. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞോളട്ടെ, ഞാൻ നിങ്ങളെപ്പോലൊരാളാണ്. അതായത് ഞാൻ ഒരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ഒരു ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വരുന്നത്, പ്യോർലി മലയാളം മാത്രം. എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റി അല്ലെങ്കിൽ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചാലോചിച്ചപ്പോൾ ചില കാര്യങ്ങളിലൂടെയാണ്. 3 രീതിക്കാണ് ഞാനിവിടെ എത്തിയത്. ഇത് വൈ ഐ എം ഷെയറിങ് വിത്ത് യു ഈസ് ബിക്കോസ് ഐ ടു വാണ്ട് ടു ബി സക്സസ്ഫുൾ ഇൻ ഇംഗ്ലീഷ് and speak fluently and naturally. One thing, let me tell you dears, English is not difficult. Okay, if somebody tells you English is difficult, that is a personal choice. ഇപ്പോൾ ഒരാൾ എന്നോട് നൃത്തം ചെയ്യാൻ പറഞ്ഞാൽ I will tell that is difficult because I don't know the steps, I have not practiced. അതേപോലത്തെ ബുദ്ധിമുട്ട് തന്നെ ഇംഗ്ലീഷിനുമുള്ളൂ. ആദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് സാധിക്കും. അപ്പോൾ എൻ്റെ ഹൗ ഐ ലേൺ ഇംഗ്ലീഷ് ആൻഡ് ഹൗ യു ടു ക്യാൻ ഫോളോ ഇറ്റ് എന്നുള്ളതാണ്. My first tip is this. I started to speak English by watching live cricket matches. അതായത് 90കളുടെ ആദ്യത്തിലാണ് ക്രിക്കറ്റ് ലൈവായിട്ട് ടി വിയിൽ വന്നു തുടങ്ങിയത്. ഞാനത് കാണുമായിരുന്നു. അപ്പോൾ അതിൽ അവർ കോമൻറ്റേറ്റേഴ്സ് പറയുന്ന ഇംഗ്ലീഷിലെ ചില ഫ്രേസസ് ഞാനെടുത്ത് അത് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് സംസാരം തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, ദാറ്റ് വാസ് എ ബ്രില്യൻറ്റ് ഷോട്ട്, എക്സലൻറ്റ് ക്യാച്ച്, ഔട്ട്സ്റ്റാൻഡിങ് ഫീൽഡിങ്. ഈ ഫ്രേസുകളാണ് ഞാൻ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. അന്ന് ഞാൻ നോക്കിയിരുന്നത് അവരുപയോഗിക്കുന്ന ആ എക്സ്പ്രഷൻ്റെ ഇതായിരുന്നു. ഫോർ എക്സാമ്പിൾ, വാട്ട് എ വണ്ടർഫുൾ ക്യാച്ച് ദറ്റ് വാസ് എന്ന് പറയുമ്പോൾ അതിലൊരു മ്യൂസിക്കോട് കൂടിയിട്ടാണ് അവർ പറഞ്ഞിരുന്നത്. സിമിലർലി, ഔട്ട്സ്റ്റാൻഡിങ്, ഓവർ ദ ടോപ്പ്, വാട്ട് എ ഫാന്റാസ്റ്റിക് കവർ ഡ്രൈവ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു എനർജി ആ ഭാഷയിൽ വരുന്നതാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. ഇത് ഞാൻ കേട്ടിട്ട് ഞാനിത് ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് വാട്ട് എ ഫാന്റാസ്റ്റിക് ഷോട്ട്, ഐ വിൽ സേ ഫാന്റാസ്റ്റിക്, ഔട്ട്സ്റ്റാൻഡിങ്, ബ്രില്യൻറ്റ് എന്ന വാക്കുകളൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അതാണ് എൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഓർക്കണം, മലയാളത്തിൽ നമ്മൾ ആദ്യം വാക്കുകൾ പറഞ്ഞിട്ടാണ് പിന്നെ സെൻറ്റൻസിലേക്ക് വരുന്നത്. രണ്ടാമത്തേത് ടിപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ളത് എന്താണെങ്കിലും യു വാച്ച് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ഇത് ഐ എക്സ്പെരിമെൻറ്റഡ് വിത്ത് മൈ ഓൺ കിഡ്സ്, ഐ ഹാവ് എക്സ്പെരിമെൻറ്റഡ് വിത്ത് മെനി അതേഴ്സ്. ഇഷ്ടമുള്ള കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ കണ്ടു കഴിഞ്ഞാൽ യു വിൽ ക്യാച്ച് മെനി ഇംഗ്ലീഷ് വേർഡ്സ്. അപ്പോൾ അതിൽ വരുന്ന ചില വാക്കുകൾ, റിപ്പീറ്റ് ചെയ്ത് പറയുന്ന വാക്കുകൾ ഉണ്ടാവും. അത് നമ്മൾ ക്യാപ്ചർ ചെയ്ത് അത് ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ലേൺ ദ കോൺഫിഡൻസ് ടു സ്പീക്ക് ഇറ്റ്. ദ ഫസ്റ്റ് തിങ് വി ഹാവ് ടു മാസ്റ്റർ ഈസ് ദ ഫ്രേസസ് ഇൻ ഇംഗ്ലീഷ്. നമുക്കൊരിക്കലും ഒരു ബുക്കോ നോക്കി പഠിച്ച് ഒരു ഫുൾ സെൻറ്റൻസിൽ ഇംഗ്ലീഷ് പറഞ്ഞ് പഠിക്കാൻ പറ്റില്ല. വി ഹാവ് ടു സ്റ്റാർട്ട് ബൈ ഫ്രേസസ്, ദെൻ യു ഹാവ് ടു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇത് വർക്കൗട്ട് ആണെന്നാണ്. ഇറ്റ് വിൽ വർക്ക് ഔട്ട്. ഇഫ് യു ഡൗട്ട് ഇറ്റ്, ഇറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട്. ട്രസ്റ്റ് ഇറ്റ്, ഇറ്റ് വിൽ വർക്ക്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഐ വാസ് എ ഗ്രേറ്റ് മൂവി ഫാൻ അറ്റ് ദാറ്റ് ടൈം. 90s അവസാനം എന്ന് പറയുന്നത് മലയാളത്തിൽ കുറേ നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുള്ള സമയമായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, മിക്കവാറും മലയാളം സിനിമകളിലൊക്കെ ഇംഗ്ലീഷ് ഡയലോഗ്സ് ഉണ്ടാവും. സോ ഐ റിമെമ്പർ വാച്ചിങ് ദ മൂവീസ് ആൻഡ് റിപ്പീറ്റിംഗ് ദം. ആദ്യകാലത്തെ സെൻറ്റൻസുകളൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ, ഈ മലയാളത്തിൽ ഭാഷയിൽ വരുന്ന ഇംഗ്ലീഷ് ഡയലോഗുകളായിരുന്നു. ആ ഡയലോഗുകളാണ് ഞാൻ ഫുൾ സെൻറ്റൻസിൽ പറഞ്ഞിരുന്നത്. ഇതായിരുന്നു എൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഐ എം സജസ്റ്റിംഗ് യു ടു ഈസ് ദാറ്റ് വെനെവർ യു വാച്ച് സംതിങ്, ഈവൻ ഇൻ മലയാളം, വാട്ട് യു ഹാവ് ടു ഡു ഈസ്, ഇഫ് ദ ക്യാരക്ടർ ഈസ് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, try to capture it, okay, and try to repeat it. Appo the thing is that you will be watching the movie and you will also be learning some English. So the second tip is, wherever you are, try to capture the English language. നിങ്ങൾ നടക്കുമ്പോൾ if somebody is speaking English, try to capture it. I remember ഒരിക്കൽ ഞാൻ ചെന്നൈയിൽ പോയിട്ട് ഒരു റെയിൽവേയുടെ പരീക്ഷ എഴുതാൻ പോയപ്പോൾ പെട്ടെന്ന് നമ്മുടെ പേന, അന്ന് ഈ ബോൾ പോയിൻ്റ് പെന്നെയാണ്, അത് എഴുതുന്നില്ല. അപ്പോൾ എനിക്ക് അടുത്തുള്ള ഒരാളുടെ നിന്ന് പേന വാങ്ങണം. അപ്പം നമുക്കൊന്ന് അറിയുന്ന മലയാളം വെച്ചിട്ട് നമ്മൾ പേനയുണ്ടോ എന്നുള്ള ചോദിക്കുക. അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് ക്യാൻ ഐ ഹാവ് യുവർ പെൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇഫ് ഐ ഗിവ് യു മൈ പെൻ ഹൗ വിൽ ഐ റൈറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും നമ്മൾ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ
ഒരു പേന എക്സ്ട്രാ ഉണ്ടോ അത് തരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ചെന്നൈയിൽ വേറൊരു അവസരത്തിൽ പോയപ്പോൾ വേറൊരാൾ ചോദിക്കുന്നത് ഞാൻ കേട്ടു, "കൻ ഐ ബോറോ യുവർ എക്സ്ട്രാ പെൻ" എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരിയാണല്ലോ, അതാണല്ലോ ഫ്രേസ്. അപ്പോൾ വാട്ട് ഐ എം സെയിങ് ഈസ് ദാറ്റ് എവിടെ നമ്മളുണ്ടോ, നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യോ, ബസ്സിൽ യാത്ര ചെയ്യോ, മോളിൽ ഷോപ്പ് ചെയ്യോ, വേർ എവർ യു ആർ, ഇഫ് സംബഡി ഈസ് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, ട്രൈ ടു ക്യാപ്ചർ. ദാറ്റ് ഇസ് എ ബെസ്റ്റ് വേ ടു ലേൺ ഇംഗ്ലീഷ്. ആരാൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ദ തേർഡ് തിങ് ഐ യൂസ് ടു ഡു വാസ് ദിസ്, അതായത് ഐ യൂസ് ടു മേക്ക് ചെറിയ വാട്ട് യു മേ കോൾ ഷോർട്ട് സ്പീച്ചസ് പറയുമായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഫ്രേസസ് പറഞ്ഞിരുന്നു. സെക്കൻഡ്, ഐ വിൽ ട്രൈ ടു ക്യാപ്ചർ ഇംഗ്ലീഷ്. ഐ റിക്വസ്റ്റിംഗ് യു ടു ഡു ദ സെയിം. തേർഡ് തിങ് യു ഹാവ് ടു ഡു ഈസ് എന്തെങ്കിലും ഒരു ടോപ്പിക്, ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ നെയ്ബേഴ്സ്, ലവ്, വാട്ട് എവർ യു ലൈക്ക്, ബുക്സ്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു മിനിറ്റിൽ ഒരു സ്പീച്ച്. അതിപ്പോൾ ഇന്നിപ്പോൾ ChatGPT ഒക്കെ ഉണ്ട്, അതിൽ ഒരു 1 minute സ്പീച്ചൊക്കെ പറയാൻ പറഞ്ഞാൽ അത് ബൈ ഹാർട്ട് പഠിച്ച് ഞാൻ പറഞ്ഞു നോക്കുമായിരുന്നു. സോ ദാറ്റ് ഈസ് ഹൗ ഐ സ്റ്റാർട്ടഡ് ടു സ്പീക്ക് ഇൻ വാട്ട് യു മേ കോൾ ഇൻ എ പാരഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഏത് ഭാഷയിലും ഈ 3 സ്റ്റേജിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് യു ഹാവ് ടു ഫോളോ ഫ്രേസസ്, സെക്കൻഡ് യു ഹാവ് ടു മേക്ക് സെൻറ്റൻസസ്, ആൻഡ് തേർഡ് യു ഹാവ് ടു മേക്ക് പാരഗ്രാഫ്സ്. Never ever try to translate from Malayalam to English. That will be the most foolish thing to do. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ these two languages are totally different. നമുക്ക് you can translate from Malayalam to Tamil, Tamil to Malayalam, Hindi, it's possible because they all come from the same roots. But when it comes to English, English is totally a different language. അപ്പോൾ these are the 3 tips that I have to tell you. I want you to test this out and let me know your comments. പിന്നെ one thing I'm going to tell you is that this is a slow method because it takes time. ഓക്കെ, ടൈം ആൻഡ് പേഷ്യൻസ്. അപ്പോൾ നിങ്ങളിപ്പോൾ IELTS ഒരു 30 ദിവസത്തേക്ക് എഴുതാൻ പോവുകയാണെങ്കിൽ ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്, ബട്ട് സ്റ്റിൽ യു ക്യാൻ ട്രൈ ദിസ് വൺ. ദെൻ നിങ്ങൾ IELTS മെറ്റീരിയൽ കേട്ടാലും മതി, ട്രൈ ടു ക്യാപ്ചർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ലെറ്റ് മീ നോ യുവർ കോമെൻറ്റ്സ്. ട്രൈ ദിസ് ഔട്ട്. This will work it out. Thank you for watching. I will see you in another video with another tip. Until we meet, I wish you all the best. If you have not liked and subscribed to the channel, can you please do that? That's the way. Please support me. Thank you, dear. Bye-bye.